പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നേരത്തെ പഠിച്ചതിൻ്റെ ബാക്കി അടുത്തത് ഡൊണേഷൻ, സംഭാവന എന്നുള്ളൊരു ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജോസഫ്, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം 12,000 റുപ്യ ഒരു മാസം. അതിൽ 8% എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു, സംഭാവന കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ സംഭാവന കൊടുക്കുന്നത് എത്രയാണ്? നമ്മൾ പഠിച്ചു ശതമാനം എന്ന് പറഞ്ഞാൽ ശതമാനത്തിൻ്റെ ചിഹ്നമാണ് ഇത് കേട്ടോ. ഇങ്ങനെയാണ് ശതമാനത്തിൻ്റെ ചിഹ്നം ഇടുക. ശതമാനത്തിൻ്റെ ചിഹ്നം പേഴ്സൻറ്റേജിൻ്റെ ചിഹ്നം. 8% ഓഫ് ഹിസ് ഏണിങ്സ് ഓഫ് 12,000 ഡൊണേറ്റ് ചെയ്യുന്നു, സംഭാവന ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടു. അപ്പോൾ 100-ന് 8, 200-ന് 16, അങ്ങനെ 12,000-ന് എത്രയാണ്? അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്ത് കണ്ടിരിക്കുന്ന? അപ്പോൾ അതിനകത്ത് 12,000-ൽ എത്ര 100 ഉണ്ട് എന്ന് ആദ്യം കണ്ടിരിക്കണം. 12,000-ൽ എത്ര 100 ഉണ്ടാവും? ഈ 2 0 വെട്ടുക. 12,000-ൽ എത്ര 100 ഉണ്ട്? 120 100. 120 100 12,000-ലുള്ളത്. ഇൻറ്റു 8, 120-നെ 8 കൊണ്ട് ഗുണിച്ചാൽ അത്ര പൈസയാണ് ആര് ഡൊണേറ്റ് ചെയ്യുന്നത്? ജോസഫ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പം 100 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 0, ലാസ്റ്റത്തെ 2 0 ഒഴിവാക്കുക. അതാ 12,000/100. അപ്പോൾ 0 അങ്ങനെ പെട്ടാൻ പഠിച്ചാൽ നല്ല സുഖമാണ്. 1 0 വെട്ടിയാൽ 10 കൊണ്ട് ഹരിക്കലായി. 2 0 വെട്ടിയാൽ 100 കൊണ്ട് ഹരിക്കൽ. അതാ 12,000-ൽ എത്ര? 10 1200. 12,000-ൽ എത്ര 100? 120 എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പെട്ടെന്ന് ചെയ്യാനുള്ള പണിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 120-നെ 8 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? ആൻസറായി. ഇത് ഏതുപോലെ ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. 12,000-ന്റെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. ഈ രണ്ടാമത് ചെയ്യുന്ന രീതിയാണ് ഇനി നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഫസ്റ്റത്തെ രീതി ഞാൻ ചെയ്ത് കാണിച്ചത്. 12,000-ന്റെ 8%. ഈ ശതമാനം 8% എന്ന് പറഞ്ഞാൽ നമ്മൾ 8/100 എന്ന് പറയണം. 12% ആണെങ്കിൽ 12/100. 5% എന്ന് പറഞ്ഞാൽ 5/100. അങ്ങനെയാണ് എഴുതുക. ഈ ശതമാനത്തിന്റെ വാല്യൂ ശരിക്കും 1/100 ആണ്. 1/100. അപ്പൊ 5% എന്ന് പറഞ്ഞാൽ 5 × 1/100. അപ്പൊ 5 1 5, 5/100. ശതമാനം എന്ന് പറയുമ്പോൾ ഇത്ര ശതമാനമാണോ /100 ഇട്ടാല് /100 ഇട്ടാല് അതിന് ആൻസർ ആയി. അപ്പൊ 12,000-ന്റെ 8% നമ്മൾ കാണണ്ടേ? 12,000-ന്റെ 8%. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അടിയിലും മുകളിലും 0 വന്നാൽ ഇവിടെ ഒരു 0 വെട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു 0 വെട്ടണം. അഥവാ ഒരേപോലെ ഹരിച്ചു കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ല, അംശത്തെയും ഛേദത്തെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററെയും ഒരേ സംഖ്യ കൊണ്ട് ചെറുതാക്കുക, വലുതാക്കുക. അവിടെ നമ്മൾ ചെറുതാക്കുക. 12,000-ൽ എത്ര 10 ഉണ്ട്? 1200. 100-ൽ എത്ര 10? 10 10. ഇനി നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. വീണ്ടും 10 കൊണ്ട്, അഥവാ 100 കൊണ്ട് ചെറുതാക്കുക. 12,000-ൽ 120 100 2 0 വെട്ടിയാൽ മതി. ഇനി അപ്പൊ 120-നെ 8 കൊണ്ട് ഗുണിച്ചാൽ എന്തായി? ആൻസർ ആയി. 8 0 0, 8 2 16, 6 ബാക്കി 1, 8 1 8 1. അപ്പൊ 960 റുപ്പീസാണ് ആൻസർ. ഇതേപോലെ വേറെ നോക്ക്. അലി ഡൊണേറ്റ് ചെയ്തത് 15,000 രൂപ കിട്ടുന്നതിൽ നിന്ന് 12%. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. 15,000 രൂപയാണ് എന്ത്? ഏണിങ്സ്, സമ്പാദ്യം, സാലറി. ഒരു മാസത്തെ ഏണിങ്സ് 15,000 രൂപ. അതിന്റെ 12% അടവ്. ഞാൻ പറഞ്ഞ 12% എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 12/100. അപ്പം 15,000-ന്റെ 12/100 കണ്ടുപിടിച്ച ആൻസർ ആയി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലും 0 ഉണ്ട്, അടിയിലും 0 ഉണ്ട്. അപ്പൊ ഈ സൈഡിൽ നിന്ന് വെട്ടാൻ പാടുള്ളൂ കേട്ടോ. ഈ സൈഡിൽ നിന്ന് വെട്ടുക. അഥവാ 100-ൽ 10 10, 15,000-ൽ 1,500 10. ഇനിയും 10 ഉണ്ടോന്നുകൂടി ചെറുതാക്കാം. ഇവിടെ അല്ല, ഒരു 10 കൂടി ഇല്ലേ? 10-ൽ ഒരു 10, 1,500-ൽ 150 10. കേട്ടോ, അങ്ങനെ വെട്ടാം. അല്ലെങ്കിൽ 1,500 15,000-നെ 100 കൊണ്ട് ഹരിക്കണം. ഇനി എന്ത് ചെയ്യും? 150 ബാക്കിയുള്ളത്. ഇവിടെ 12. അപ്പം ഇവിടെ അടിയിലൊന്നുമില്ലല്ലോ. അടിയിൽ 1 എന്നായി. 1 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. 1 കൊണ്ട് ഹരിച്ചാൽ അതന്നെ ആൻസർ കിട്ടുക. അപ്പൊ 150-നെ 12 കൊണ്ട് ഗുണിച്ചാൽ ആൻസറായി. ഇതേപോലെയാണ് കണക്കുകളൊക്കെ ചെയ്യുക. അപ്പം ഞാൻ പേജ് നമ്പർ 137, 138 ഏതോ ഒരു വർക്കുകളുണ്ട്. ആ വർക്കുകൾ നിങ്ങൾ ചെയ്ത് അയച്ചു തരണം.